ജനങ്ങൾ ഈ ഒരു ഹർത്താൽ പ്രേമികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താണ് ഈ ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയം കൂടെ അല്പം കലർത്താം. ഹർത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ മനസ്സിലുള്ളത് എങ്ങനെയായാലും നമ്മളിപ്പോൾ ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നമുക്കുള്ള അഭിപ്രായം എന്തായാലും, കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു മഹാരാജ്യമാണ് നമ്മുടെ ഇന്ത്യ. തീർച്ചയായിട്ടും നമുക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും, പക്ഷെ മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാവരുതെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇങ്ങനെ വിലക്കയറ്റമായാലും, ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ വിലക്കയറ്റമാണെങ്കിൽ കൂടിയും അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. പക്ഷെ അത് ചിലപ്പോൾ ഞാൻ പറയാം, ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ആ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് ഓവർകം ചെയ്ത് പോയേക്കും. പക്ഷെ അത് ഒരു ദിവസത്തെ പണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ അരി വാങ്ങിക്കാൻ സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ട്. അവരെയും കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യാതെ എപ്പോഴും ഇതിന് പിന്നെ ആഹ്വാനം ചെയ്യുന്നവരൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ ഈ ഒരു നമ്മുടെ ഈ കേരള വിഷനിൽ വന്ന ഒരു ബിസിനസ് സ്റ്റാർ എന്ന പ്രോഗ്രാമുകളിലൂടെ ഇങ്ങനെ ഒരു ചില ചോദ്യങ്ങൾ വരുമായിരുന്നു. ഈ മറുനാട്ടിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ കേരളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ട് അവിടെ ഒരു ബിസിനസ്സിന് പറ്റിയ സാഹചര്യം, അത് ചെറിയ തരത്തിൽ ചെറിയ വിവാദത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ പലരും പറയണം ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, കേരളം ഭയങ്കരമാണ്. പക്ഷേ കേരളത്തിൽ തന്നെ ബിസിനസ് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എന്താണ് ഈ ഒരു അഭിപ്രായത്തോട് പറയാൻ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ. കാരണം പ്രത്യേകിച്ച് കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് അങ്ങനെയുള്ളൊരു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ലേബർ പ്രശ്നങ്ങൾ, അപ്പോൾ യൂണിയൻ പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മൊത്തത്തിൽ പറയുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പക്ഷെ എന്നിട്ടും കാസർഗോഡേക്ക് പിന്നെ വ്യവസായങ്ങൾ വരുന്നത് വളരെ കുറവാണ്, വളരെ റയറാണ്. എന്താണ് വ്യവസായം? ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതലും നാട്ടിൽ പണിയെടുക്കുന്നതിനേക്കാൾ വിദേശത്ത് പോകുന്നത് അതുകൊണ്ടാണോ, അതോ വ്യവസായം ഇവിടെ സാഹചര്യമാണ്? അതൊരു കാര്യമാണ്. എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയലുമായിട്ട് ഒരു കൂടുതൽ അവർ ഇതുപോലുള്ള കമേഴ്സ്യൽ ബിൽഡിങ്സ്, ഹോട്ടൽസ് അങ്ങനെയുള്ളതിലാണ് കൂടുതൽ. അതുപോലെ ഒരു ചോദ്യം, ഈ കേരള നമ്മുടെ ഈ ചാനലിന്റെ ഈ ഇന്റർവ്യൂയിലൂടെ ഇപ്പൊ മറുനാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ പല വ്യവസായികളോടും ചോദിക്കും, കേരളത്തിൽ എന്താണ് നിങ്ങൾ വരാത്തത്, നിങ്ങൾ ഇവിടെയൊക്കെ വലിയ പുലികളാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ കേരളത്തിലോട്ട് ഞങ്ങളില്ല, കേരളം ഭയങ്കര ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കേട്ടിട്ട് പലരെ അത് ചൊടിപ്പിച്ച് അല്പം വിവാദമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന വളരെ സക്സസ് ആയ ഒരു മനുഷ്യനാണ് താങ്കൾക്ക് ഈ ഒരു അഭിപ്രായത്തോടെ ഇങ്ങനെ യോജിക്കാൻ കഴിയും? പൂർണ്ണമായ യോജിപ്പില്ല എനിക്ക് തോന്നുന്നു. കുറെയൊക്കെ ഊതിപ്പെരിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉണ്ടോ. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കാസർഗോഡിനെ ബേസ് ചെയ്തിട്ട് പറയാം, ഇവിടെ വളരെ സപ്പോർട്ടീവാണ് ആളുകൾ, വളരെ സപ്പോർട്ടീവാണ് ചെയ്യാൻ. പിന്നെ ചില നിയമക്കുരുക്കുകൾ, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ടാക്സ് തന്നെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം റോഡ് ടാക്സ് ഇഷ്ടം പോലെ റോഡുകളുടെ ഗതിയൊക്കെ പറയുകയാണെങ്കിൽ അല്ല, അങ്ങനെയാണ് നിയമപരമായിട്ടുള്ള. ഇപ്പൊ ഒരു വ്യവസായം തുടങ്ങുന്നവർക്ക്, പ്രത്യേകിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ പറയാം, ഇലക്ട്രിസിറ്റി. ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 100 നൂലാമാലകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പറയുന്ന ഉണ്ട്. അത് ഇല്ലാതില്ല, പക്ഷെ അത് നിയമവിധേയമാണ്, നിയമപരമായ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയപ്പോ അവിടെ പറയുന്നത് എന്തെങ്കിലും നമ്മളൊരു ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ലാൻഡും ഇലക്ട്രിസിറ്റി കൊടുത്തതിന്റെ പിറ്റേന്ന് തരും. അതെന്താണ് പിന്നെ ഈ നിയമങ്ങൾ നമുക്ക് മാത്രം മാറുന്ന എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടെ കൂടി, പിന്നെ കുറച്ചുകൂടി ഇതിൽ ഡിലേ വരുന്ന ഒഫീഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഒക്കെ അതിന് മുൻകൈ എടുത്തു തുടങ്ങി. പണ്ട് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലൊരു പിന്നെ ആപ്ലിക്കേഷൻ ഗവൺമെന്റ് ആണോ അതോ ഗവൺമെന്റിനെ പ്രതികരിക്കുന്ന ഈ ഓഫീസ് പ്രതിനിധികളാണോ ഈ പ്രശ്നക്കാർ? ഗവൺമെന്റ് ഇപ്പൊ സത്യം പറഞ്ഞ ഇതൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവരിപ്പോ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു നിയമത്തിന്റെ ഒരു ഇതിൽ നിന്നിട്ടാണ്, സെറ്റപ്പിൽ നിന്നിട്ടാണ്. ആ നിയമം ചിലർക്ക് വേണ്ടിയൊക്കെ മാറുന്നില്ലേ? ഉണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം അത് ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഒരു അപേക്ഷ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിനെ പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥര് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു
പ്രശ്നമുണ്ട്. പിന്നെ കാസർഗോഡിനെ സംബന്ധിച്ച് മിക്കവാറും തന്നെ ഓഫീസേഴ്സൊക്കെ നമ്മുടെ ഏരിയ എന്നുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ മിക്കവാറും ട്രാൻസ്ഫർ എപ്പോഴെന്ന് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ കുരുക്കുകളിൽ കിടക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് അവർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവാം. അപ്പോൾ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറേയും കൂടെയൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ അടുത്ത് ഈ വരാൻ പോകുന്നത്, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു പത്രങ്ങളിലൂടെ വായിച്ചൊരു അറിവാണ്, എത്ര 60,000 അതിന് മേളിൽ എത്രയോ ആൾക്കാർ റിട്ടയർ ആവാൻ പോകുന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഇനി കടന്നു വരാൻ പോകുന്നത്. നമ്മളെയൊക്കെ പല കാര്യങ്ങളിലും വരാൻ പോകുന്ന യൂത്താണ്, അവരുടെ തലമുറയാണ്. അപ്പൊ ഇവര് വരുമ്പോ നമ്മുടെ ഈ പഴയ ചില കാര്യങ്ങൾക്ക് മാറ്റം വേണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യങ്സ്റ്റേഴ്സ് വരുമ്പോ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം എന്താണ്, താങ്കൾക്കത് പറയാൻ കഴിയും? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കമ്മിറ്റ്മെന്റ്, നമ്മൾ ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റ്മെന്റ്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് കുറച്ച് സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് 40 പേരോളം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം കൂടി. അതാണ് ഇതിൽ എൻ്റെ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ അവിടെയാണ്. ഈ 50 പേര് ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ചെയ്ത് പോകുന്നു, അവർക്ക് ഒരു 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നു. അതാണ് ഇതിലൊരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്തു. ഒരു 20-25 പേരുള്ള ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പേപ്പർ ന്യൂസ് വഴി കൊടുത്തതാണ്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട് ഇതൊക്കെയാണ് വർക്ക്. കാരണം ഇതിനൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈം എപ്പോഴാണ് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ലൈറ്റ് കത്തുമ്പോഴാണ് ഒരു എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ വയർമാൻ എന്നുള്ള ആ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കാസർഗോഡ് അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ടൗണിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 1 മണിക്കൂർ ചിലപ്പോൾ നമുക്ക് ഒരു വിട്ടുവീഴ്ചയോടുകൂടി വർക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം അവരുടെ അടുത്ത് പറയുമ്പോൾ അവരൊക്കെ തലകുലിക്ക് സമയം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇതിലൊക്കെ 100% സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. പക്ഷെ കണ്ടതില്ലേ, ഈ 15 പേരെ ഞാൻ വിളിച്ചിട്ട് ഒരാൾ പോലും ജോയിൻ ചെയ്തില്ല. അങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവര് നിൽക്കുന്നത് അവരുടെ എല്ലാം മൈൻഡില് അങ്ങനെയാണ്. ആ ഒരു എന്താണ്, ഇപ്പോഴത്തെ കുട്ടികളെ ഒരു കഷ്ടപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് ഒന്നുമില്ല. ഞാനിപ്പോ ഈ നിൽക്കുന്ന കറങ്ങുന്ന കസേര പോലും ഇല്ല. ഒരു ബജാജ് സ്കൂട്ടറിലാണ് ഞാൻ ഈ വർക്ക് അന്വേഷിച്ച് കാസർഗോഡിന്റെ മുക്കിലും മൂലയിലും പോയിട്ടുള്ളത്. ഒരു ബജാജ് സ്കൂട്ടർ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും കറങ്ങി ഓരോരുത്തരുടെ നിന്ന് പറഞ്ഞു. അപ്പോൾ പലരും ഈ പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് വർക്ക് പുറത്തൊക്കെ പോയിട്ട് ഈ കുട്ടികൾ അവിടുത്തെ നിയമങ്ങൾ അതാണ് അത്ഭുതം. അവര് അവിടെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. മാഗ്നറ്റിക് ഫീൽഡ് വല്ലതും ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം ഇവരുടെ ഉള്ളിലെല്ലാം അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അത് വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്താൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ഉള്ളില് ഇതാണ്. പക്ഷെ അവരെങ്ങനെ ആരോ പണ്ട് പറഞ്ഞ മാതിരി കസ്തൂരിമാനെ പോലെയാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, നിന്റെ കഴിവ് ഇതാണ്, നിങ്ങളുടെ കഴിവ് ഇതിൽ നിങ്ങൾ പെർഫോം ചെയ്യൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് വരും എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ചിലപ്പോൾ ചിലർ തിരിച്ചറിയും, ചിലർ തിരിച്ചറിയില്ല. പക്ഷെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഇഷ്ടംമാതിരി കുട്ടികളുണ്ട് നമ്മുടെ കൂടെ തന്നെ, ഒത്തിരി ആളുകൾ. എത്രത്തോളം സ്റ്റാഫുകളുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 40ഓളം ആളുകൾ നമ്മൾ എല്ലാം കൂടെ നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ സൈഡിലും കൂടെ ഒരു 40 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്, ഫാക്ടറികളടക്കം.